نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ LSS എഴുതുന്ന പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായി അടിപൊളിയായി സെറ്റായി നിൽക്കുകയാണോ? LSSന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, LSS വിജയിക്കാൻ വേണ്ടിയിട്ട്, LSS കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയായി സെറ്റായി നിൽക്കുകയാണോ? ഓക്കെ, റെഡി. എന്ന് തുണിയൊന്ന് മടക്കി കുത്തട്ടെ. താഴോട്ട് തുണി എടുത്തത് താഴോട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ, മുകളിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. റെഡി അപ്പൊ എന്റെ മറ്റേ വീഡിയോ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ താഴെ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലോ കുറേ ആൾക്കാർ കമന്റ് സാറേ ഇങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത്? ഇതിന്റെ മുകളിലത്തെ ഭാഗമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, പിന്നെ താഴോട്ട് എന്തായാലും എന്താ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ റെഡി. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്റെ കൈ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുണി മടക്കി കുത്തുക എന്നുള്ളത് വിചാരിച്ചത്. നിങ്ങൾ റെഡി? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, രണ്ട് ആനമുട്ടയുടെ അതൊന്നുമല്ല, LSS. എന്താണ് മക്കളെ? LSS ഈസ് മൈ ഡ്രീം. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? LSS എന്റെ സ്വപ്നമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? LSS എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ നടക്കുകയാണോ? അത് പഠിക്കുന്നൊന്നുമില്ലേ? പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? പഠിക്കാൻ തുടങ്ങണം. ഇനി ഞാൻ പറയൂല, ഇനി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി അടിയാണ് എടുത്തത് കേട്ടാ. പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇന്നലത്തെ മൈൻഡ് റിവിഷൻ നടത്തിയപ്പോ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എന്താ ഒരു മുഖത്തിനൊരു വാട്ടം മാർക്കില്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ല അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്താ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LSS കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. LSS ഫുൾ മാർക്ക് എന്ന് പറയുന്നത്, LSS ഫുള്ള് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെയാണ് മക്കളെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഇവിടെ കുട്ടികൾ, നമ്മുടെ മക്കളുണ്ട്, പൊന്നോമന മക്കൾ. ആ മക്കൾ ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അവർ ലൈവിനായിട്ട് കാത്തു നിൽക്കുന്ന മക്കളാണ്. പുതിയ മക്കളുണ്ട്, അവരോട് പറയാണ്, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കമന്റ് ചെയ്യാൻ പറ്റും, ലൈവ് കമന്റ്. അതിലിങ്ങനെ ഹാർട്ട് ഇടാം, റെഡ് ഹാർട്ട് ഇടാം. പിന്നെ വേറെന്താ ഇടാൻ പറ്റുക? സാറിനെ കാണാൻ നല്ല രസമുണ്ട്, സാറ് സുന്ദരനാണ്, സാറ് പാട്ട് പാടിയാൽ നല്ല രസമാണ്, ഞങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണ്, അങ്ങനെ ഒക്കെ ഇടയില്ല. ഓക്കെ, റെഡി. അപ്പൊ നേരെ നമ്മൾ ചോദ്യം ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലെ, ഫസ്റ്റ് കമന്റ് ബോക്സിലും ഉണ്ടാവും. അതിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ബോക്സിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾ ഫോളോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ കൂടെയുള്ള സെൽഫികൾ, കാര്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അതിന്റെ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി അല്ലേ ഇനി പറയാം, കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണിക്കൂല, അതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് PDFകൾ അതിൽ നിന്ന് കിട്ടും. അത് പ്രിന്റ് എടുത്ത് വെക്കുകയോ ഫോണിൽ നോക്കിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? റെഡിയാണോ? നമ്മൾ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. റെഡിയല്ലേ? ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് മലയാളത്തിൽ നിന്നാണ്. ഒന്നാമത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഏതെന്നാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? പറയും മോനെ പൊളി. മലയാളത്തിൽ നിന്ന് കേട്ടാ. മോൻ എത്ര വയസ്സായി? 2 2 വയസ്സ് കഴിഞ്ഞിട്ട് 2 കൊല്ലായി. ഇനി 2 എന്ന് പറയരുത്, ഇനി 4 എന്നേ പറയാം. 4 അടുത്ത ജൂൺ മുതൽ സ്കൂളിൽ പോകേണ്ടതാ കേട്ടാ. പടങ്ങിയിരിക്കൂലേ? കേൾക്കണം കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, റെഡി. അപ്പൊ ഇവിടെ ഒരാൾ നിങ്ങളും കേൾക്കണം ഞാൻ പറയുന്നത്. ഓക്കെ, റെഡി. നമ്മൾ നേരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഏതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്? മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മള് രസമുണ്ടല്ലോ, മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ ആരാണ്? വേഗം എഴുതിക്കോ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ എന്ന് പറയുന്നത് ആരാണ്? ഉത്തരം എഴുതിക്കോ. ചറപറ വരട്ടെ ഉത്തരം.
ചറപറ എന്നുള്ള ഉത്തരമല്ല വേണ്ടത്, ഉത്തരം ചറപറ കമന്റ് ബോക്സിൽ ഇട്ടോളൂ, വേഗം എഴുതിക്കോളൂ. ആരാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? സാഹിത്യകാരൻ ആരാണ്? നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം പറയും. വയറുപോലെ പോകും. ഓക്കെ, റെഡി. ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ? ആരാണ്? പറയടാ മക്കളെ, ആരാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ എന്ന് പറയുന്നത്? ആരാണ്? 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 ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. അത് മറന്നു പോകാൻ പാടില്ല. അടുത്തത്, രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതി ഏത്? വേഗം എഴുതിക്കോ. ആർക്കും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും? രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതി. ഇംഗ്ലീഷിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലയാളത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാൻ വേണ്ടി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതി. ആ രീതി ഏത് രീതിയാണ്? വേഗം എഴുതിക്കുക. ഇനി കൂടുതൽ സമയം ഞാൻ തരൂല എന്ന് പറഞ്ഞാൽ തരൂല. കൂടുതൽ സമയം ഞാൻ തരേയില്ല. ഇതിന്റെ പേരാണ് വിളംബരം. ഡും ഡും. ആരാണ്? എന്തിനു വന്നു? നിറത്തിന് വന്നു. എന്ത് നിറം? ഡും ഡും. ആരാണ്? മാലാക. എന്തിന് വന്നു? നിറത്തിന് വന്നു. ഇങ്ങനെ ഉണ്ടല്ലേ. എന്ത് നിറം? പച്ച മഞ്ഞ. ആ ഡും ഡും അല്ല, ഡും ഡും ഡും. മാന്യമാജനങ്ങളെ, രാജാവ്, മഹാനായ രാജാവ്, അല്ലെങ്കിൽ എന്താണ് അവിടെ പറയാ? നിങ്ങൾ വിളംബരങ്ങൾ കുറെ എഴുതി പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അങ്ങനല്ല. ആ, മാലാകയാ? അത് ഓൻ പറയുന്നത് വേറെ, നമ്മൾ പറയുന്നത് വേറെ അല്ലേ. നമ്മൾ വിളംബരല്ലേ പറയുന്നത്, ഓൻ പറയുന്നത് വേറെ സാധനം. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളി ഏതാണ്? വള്ളംകളി. തോം തിത്തിരി താനോ തോം തിന്തിരി തിന്തിരി താനോ തോം തന്തര 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 താ. അങ്ങനെയുണ്ട്. ഞാൻ എങ്ങനെ പാട്ടുപാടിയാണ് മാപ്പിളപ്പാട്ട്? എന്താ ചെയ്യുക, നോക്കിയിട്ട് കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളി എന്ന് പറയുന്നത് ആറന്മുള വള്ളംകളിയാണ്. ഏതാണ് മക്കളെ? പറയണം, ഒച്ചത്ത് പറ. ആറന്മുള വള്ളംകളി. ഒന്ന് ഒച്ചത്ത് പറഞ്ഞു നോക്കിയേ. എല്ലാവരും കൂടെ ആറന്മുള വള്ളംകളി. എല്ലാവരും കേൾക്കട്ടെ, വീട്ടുകാരൊക്കെ കേൾക്കട്ടെ. നിങ്ങൾ പഠിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. ആ രസല്ലേ? എല്ലാവരും പറയാം. എല്ലാവരും പറയേ മക്കളെ. ആറന്മുള വള്ളംകളി. ഒച്ചത്ത് പറയേ. ആറന്മുള വള്ളംകളി. ഏതാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളി? ആറന്മുള വള്ളംകളി. എല്ലാവരും കേട്ടിട്ടില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മൾ പഠിക്കുകയാണ്, രാത്രി ഇരുന്ന് പഠിക്കുകയാണ്. റെഡി. ഓക്കെ, കുറച്ച് വെള്ളവും ഹോർലിക്സോ കൊണ്ടുതരാൻ പറയും കേട്ടോ, അല്ലെ ചായ ഒക്കെ കൊണ്ടുതരാൻ പറയും, അല്ലെ വെള്ളത്തിൽ കൊണ്ടുതരാൻ പറയും. ഒരൊറ്റ കിളി എന്ന പദം പിരിച്ചെഴുതുക. ഒരൊറ്റ കിളി എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുക. വേഗം എഴുതിക്കോ. ഒരൊറ്റ കിളി എന്ന് പറയുന്ന പദം നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഒരൊറ്റ കിളി നമ്മൾ പിരിച്ചെഴുതുന്നു. ഒരു പ്ലസ്, എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഞാനിപ്പോ ഉത്തരം പറയും. ഒരു പ്ലസ് ഒറ്റ പ്ലസ് പിന്നെന്താ ലാസ്റ്റ് വരിക? കിളി. ഒരു പ്ലസ് ഒറ്റ പ്ലസ് കിളി. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. 2022 വയലാർ അവാർഡ് ചിങ്കിട്ടിക്ക് മീശക്കാരൻ ഞാൻ കഴിഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീശക്കാരൻ ഹാരിഷിന് വയലാർ അവാർഡ് കിട്ടേ. മീശക്കാരൻ, മീശ എന്ന് പറയുന്നതിനാണ് കിട്ടിയത്. ആർക്കാ കിട്ടിയത്? 2022 ഹരീഷിന് കേട്ടോ. ആരാണ്? എസ് ഹരീഷാണ്. മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി. ഒന്ന് പറഞ്ഞു നോക്കിയേ. മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി. ഞാൻ മാപ്പിളപ്പാട്ടിലാ പാടുക. മാപ്പിളപ്പാട്ടല്ലോ. മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി. 2022 മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി. എപ്പാ? 2022 മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി. എന്താണ് നോക്കുന്നത്? ഇനി ഷർട്ട് ഇടാണ്ട് ഇങ്ങനെ വന്നാൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റൂല. വേറെല്ലാരും പറയും അയ്യേ ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിക്കോട്ടോ. ഒച്ച ഉണ്ടാക്കാട് അങ്ങോട്ട് പോയിക്കോ. തലയല്ല കാണും. പോട്ടെ, ഇതല്ല. റെഡി. നേരെ പോവാണ്. നമ്മൾ 2022 വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? എസ് ഹരീഷിനാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. എന്താ? ഓക്കെ, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. അമരത്തടത്തിൽ തവള കരയണം.
തവള എങ്ങനെ കരയാ? ഓർമ്മയില്ല, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, തവളയാണ്. ഞാൻ ഈ ഒച്ച ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾ കരടിയാണെന്ന് വിചാരിക്കണം. തവളയാട്ടോ. അമരത്തടത്തിൽ തവള കരയണം, ഈ ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏത്? അമരത്തടത്തിൽ തവള കരയണം, അമരത്തടത്തിൽ തവള കരയണം എന്ന് പറയുന്ന ഈ ഒരു ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏത്? വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഒന്ന്, ഓപ്ഷൻ എ അമരകൃഷി നല്ലതാണ്, അമരത്തടം നന്നായി നനയ്ക്കണം, അമരത്തടത്തിൽ ധാരാളം തവളകൾ കാണും, അമരയ്ക്ക് നന്നായി തടമെടുക്കണം. അമരകൃഷി നല്ലതാണ്, അമരത്തടം നന്നായി നനയ്ക്കണം, അമരത്തടത്തിൽ ധാരാളം തവളകൾ കാണും, അമരയ്ക്ക് നന്നായി തടമെടുക്കണം. ഇതിലേതാണ് അമരത്തടം നന്നായി നനയ്ക്കണം എന്നുള്ളതാണ് അമരത്തടത്തിൽ തവള കരയണം ഈ ചൊല്ലിന് യോജിച്ച പ്രസ്താവന എന്ന് പറയുന്നത്. നേരെ പോവുകയാണ് നമ്മൾ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ദുബായിലേക്ക് പോവുകയാണ് നമ്മൾ. തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇടശ്ശേരി വീണപൂവ്, സുഗതകുമാരി അമ്പലമണി, കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം, ONV കുറിപ്പ് ഭൂമിക്കൊരു ചരമഗീതം. ഇതിൽ തെറ്റായത് ഏതാണ്? ഇടശ്ശേരി വീണപൂവ്. ശരിയല്ലേ? ഇടശ്ശേരി വീണപൂവ്, ഇടശ്ശേരി അല്ലേ? ശരിയല്ലേ? ശരിയാതെ? ശരിയാ? അല്ല, ഇടശ്ശേരി വീണപൂവാണ് തെറ്റായ ജോഡി അല്ലേ. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ അക്ഷരമാലാക്രമത്തിൽ ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ പോരെ. വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കണോ? ഒന്ന് വായിച്ചിട്ടേക്കല്ലേ. കാകൻ, പുലരി, ജനം, തുഷാരം. കാകൻ, പുലരി, ജനം, തുഷാരം. കാകൻ, ജനം, തുഷാരം, പുലരി. ഇതിലേതാ വരിക? കാകൻ, പുലരി, ജനം, തുഷാരം. കാകൻ, ജനം, തുഷാരം, പുലരി. ഇതിലേതാ വരിക? രണ്ടാമത്തതാണ് കാകൻ, ജനം, തുഷാരം, പുലരി. മക്കളെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്താ ചോദ്യം? അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയത് തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അക്ഷരത്തിന്റെ ആ ഒരു ക്രമത്തിൽ എഴുതിയത് തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഓർഡർ നമുക്ക് അറിയണം. വാ, ഇത് കഴിഞ്ഞിട്ടില്ല ക്ലാസ്, ഇനിയുണ്ട്. നമുക്ക് 11 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇനിയുണ്ട് കുറെ. അവിടെ ഇരുന്നോ. ഓക്കെ, റെഡി. താഴെ കൊടുത്തവയിൽ വാഴ എന്നുത്തരം വരുന്ന കടങ്കഥ ഏത്? ചോദിക്കാം. ഒന്നാമത്തത് തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. ഇനി ബാക്കികൾ വായിക്കണമെന്നില്ല. അകത്ത് തിരി തെറുത്തു, പുറത്ത് മുട്ടയിട്ടു. ആനയെ കെട്ടാൻ തടിയുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. അടിപാറ, നടുവടി, മീതെ കൂട. അടിപാറ, നടുവടി, മീതെ കൂട. അടിപാറ, നടുവടി, മീതെ കൂട. അത് എന്താണെന്നറിയോ? ചേനയാണ്. അപ്പൊ ഇതിലേതാ? ഒന്നാമത്തതാണ്. തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. തടി കണ്ടത്തിലും തലയടിയാ കല്യാണപ്പന്തലിലും അല്ലെ. അതാണ് വാഴക്കുള്ളത് അല്ലെ. ഓക്കെ, റെഡി. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. താഴെ കൊടുത്തിട്ടുള്ള കവിത വായിക്കുക, തുടർന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കാറ്റ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. കവിത ഞാൻ വായിക്കുന്നത് കേട്ടോ. എന്റെ കവിത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അജാതി കവിത, ഒരു പിടുത്തമിട്ട കവിത കേട്ടോളാണ് നിങ്ങൾ. മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ, കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ, നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിൻ. കവിത വായിച്ചെടുക്കാൻ ശരിയാണ്. ഉമ്മറത്തിണ്ണയിൽ ഞാനിരിപ്പൂ, എങ്ങുവേ കാണുവാനില്ല പക്ഷേ, ഉമ്മ വയ്ക്കുന്നു നീയൻ കപിലേശ്വരം. നാണെനിക്ക് ഒന്നെന്റെ കൺമുമ്പിൽ വന്നുകൂടെ, ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ. സുഗതകുമാരിയുടെ ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയാണ്. കവിത: മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ, കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ, നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തണ്ണയിൽ ഞാനിരിപ്പൂ, എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വെക്കുന്നു നീയൻ കവിളിൽ, ഒന്നെന്റെ കൺമുന്നിൽ വന്നുകൂടെ, ഒന്നിച്ചൊരൽപ്പം കളിച്ചൂടെ. കാറ്റിനോട് പറയാണ് അല്ലെ. കാറ്റിനോട് പറയാണ്. കാറ്റിങ്ങനെ മുല്ലപ്പൂവിനെയൊക്കെ ഇങ്ങനെ തഴുകി തലോടിയൊക്കെ ഇങ്ങനെ പോകും. കാറ്റിനെ എവിടെയും കാണുകയില്ല, പക്ഷെ നമുക്ക് എന്താ ആ ഫീല് കിട്ടും. കാറ്റടിച്ചാൽ ഫീല് കിട്ടും. വലിയ കാറ്റടിച്ചാൽ നമ്മൾ മൊത്തത്തിൽ പറന്നു പോകും. കാറ്റടിച്ചാല് ഫീല് കിട്ടും. വലിയ കാറ്റടിച്ചാല് നല്ല ഫീലായിരിക്കും, പ്രത്യേക ഒരു ഫീലായിരിക്കും. പറന്നൊക്കെ ഇങ്ങനെ പോകും നമ്മൾ. കൊടുങ്കാറ്റൊക്കെ അടിച്ചിട്ട് തീരും നമ്മൾ അല്ലേ. ഓക്കെ, റെഡി. അപ്പൊ സാധാ ഒരു കാറ്റിനെ പറ്റിയാണ്. കുട്ടിയുടെ കവിളിൽ ഉമ്മ വെക്കുന്നത് ആരാണ്? കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചത് ആരാ? കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചത്? അമ്മയാ? അല്ല. ആരാ ഉമ്മ വെച്ചത്?
കാറ്റാണ് അല്ലെ. കാറ്റാണ് കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചത്. കുട്ടി കാറ്റിനോട് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത്? കുട്ടി കാറ്റിനോട് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാ? എന്റെ മുന്നിൽ വന്നുകൂടെ, എന്റെ കൂടെ ഒരല്പം കളിച്ചുകൂടെ, അല്ലെ? ഇതൊക്കെ അല്ലെ. ഈ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടി എന്തൊക്കെയാണ്. നോക്കൂ നിങ്ങൾ. മുല്ലപ്പൂ തല്ലിക്കഴിച്ച കാറ്റേ, കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ, നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തുണ്ടായി, ഞാനിപ്പോ എങ്ങുമേ കാണുവാൻ, പക്ഷെ ഉമ്മ വയ്ക്കുന്ന നീയൻ കളി, ഒന്നെന്റെ കൺമുന്നിൽ വന്നുകൂടെ, ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ. അതാണ് കുട്ടി കാറ്റിനോട് ആവശ്യപ്പെടുന്നത്. വെള്ളം കൊണ്ടു കുടിക്കാൻ അതിലില്ലടാ, കുറച്ചുണ്ടോ? താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞ എന്താ പറയാ? ഓക്കെ, താങ്ക് യു. ഓ ഒന്നുമില്ല. ഓക്കെ, ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയണം മക്കളെ. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? കവിതയുടെ പേര് എന്താണ്? കവിതയുടെ പേര് കാറ്റ്. അടുത്തത് കവി പരിചയം. ആരാണ്? സുഗതകുമാരി, അല്ലെ? ഇനി ആശയം എന്താണ്? ആ കവിതയിൽ പറയുന്ന ആ ഒരു ആശയം. അടുത്തത് എന്താ? ഇഷ്ടപ്പെട്ട വരി. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ഒരു വരി നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇഷ്ടപ്പെട്ട ഒരു വരി എന്തായാലും എഴുതണം, അല്ലെങ്കിൽ വിഷയ. ഓക്കെ, റെഡി. അടുത്തത് ആസ്വാദന കുറിപ്പിന് നമ്മൾ എന്ത് പറഞ്ഞു? കവി പരിചയം പറഞ്ഞു, ഇഷ്ടപ്പെട്ട വരി, പ്രയോഗ ഭംഗി, ശബ്ദ ഭംഗി, അഭിപ്രായം. കേട്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു 3 വെച്ചിട്ട് ചറവറ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ആസ്വാദന കുറിപ്പ്. എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിന്റെ വ്യക്തമായ രൂപം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കി കേട്ടാ. എന്നാൽ നല്ല മാർക്ക്, ഫുള്ള് മാർക്ക്. താഴെ കൊടുത്ത ഗദ്യഭാഗം വായിക്കുക. സ്കൂൾ യുവജനോത്സവത്തിൽ ഓട്ടംതുള്ളൽ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ വിനീഷിനെ അനുമോദിക്കാൻ യോഗം ചേർന്നു. യോഗത്തിൽ വിനീഷ് നടത്തിയ ലഘുപ്രസംഗം ഇതാണ്. ഹെഡ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ലഘുപ്രസംഗം എടുത്തു. ലഘുപ്രസംഗം ഇവിടെ. പ്രിയപ്പെട്ടവരെ, കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൽ സമ്മാനിച്ച കലാരൂപമാണല്ലോ തുള്ളൽ. ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 ഉണ്ട്. പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കഥകൾ സ്വീകരിച്ച് ഫലിതരസത്തോടു കൂടി തുള്ളൽ പാട്ടുകൾ രചിക്കുകയാണ് നമ്പ്യാർ ചെയ്തത്. ഫലിതത്തിൽ ചാലിച്ചുള്ള സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ തുള്ളൽ കവിതയിലൂടെ നിർവഹിച്ചത്. ഈ കലാരൂപം പഠിക്കുവാൻ സഹായിച്ച ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ ചോദ്യം നോക്കാം നമുക്ക്. തുള്ളൽ പാട്ടുകൾക്കുള്ള കഥകൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? തുള്ളൽ പാട്ടുകൾക്കുള്ള കഥകൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്നായിരുന്നു തുള്ളൽ പാട്ടുകൾക്കുള്ള കവിത സ്വീകരിച്ചത്? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കഥകൾ സ്വീകരിച്ച് ഫലിതരസത്തോടു കൂടി തുള്ളൽ പാട്ടുകൾ രചിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നാണ്? പുരാണ ഗ്രന്ഥത്തിൽ നിന്ന്. അടുത്ത നമ്മൾ നോക്കാം, നമ്പ്യാർ തുള്ളൽ കവിതയിലൂടെ ലക്ഷ്യമാക്കിയത് എന്താണ്? ഫലിതത്തിൽ ചാലിച്ചുള്ള സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ തുള്ളൽ കവിതയിലൂടെ നിർവഹിച്ചത്. ഗദ്യഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ ഇതാ വലിയ സംഭവമൊന്നുമില്ല, എത്രയും ഉഷാറായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇനി ഗദ്യഭാഗവും കവിതയൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? അതങ്ങനെ തന്നെ നോക്കിയിട്ട് മേലോട്ട് നോക്കിയിരിക്കുക. അല്ലെ മറ്റോൾ എന്താ എഴുതുന്നത് അതിൻ്റെ അകത്തേക്ക് തലയിട്ട് നോക്കുക. എന്നിട്ട് വരുന്ന സാറിനോട് ചീത്ത കേൾപ്പിക്കുക. എന്താണോ നീ ചെയ്യുന്നത്? കോപ്പി അടിക്കുകയാണോ? അങ്ങനെ ഒന്നും ചെയ്യണ്ടോ. ഓൻ എഴുതുന്നത് തെറ്റാണെങ്കിൽ ആകെ വിഷയം മൊത്തം തെറ്റിപ്പോകും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് എഴുതണ്ട. നിങ്ങൾക്ക് എന്താണോ പറയുന്നത് അത് എഴുതി വെക്ക്. അപ്പോൾ മറ്റോ പൊട്ടത്തര എഴുതുന്ന ആ പോയിട്ട് എഴുതി വെച്ചിട്ട് പൊട്ട മാർക്ക് വാങ്ങി വരേണ്ടി വരും. നിങ്ങൾക്ക് എന്താണോ പറയുന്നത് അത് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പറയുന്നത് അത് എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. മനസ്സിലായോ? അപ്പുറത്തേക്ക് ഒന്നും നോക്കാൻ നിങ്ങൾ നിൽക്കണ്ട. പൊട്ടത്തരേക്ക് എഴുതുന്നത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അറിയുന്ന ഉത്തരം കൂടി തെറ്റിച്ചിട്ട് പൊട്ടത്തരായിട്ട് എന്നിട്ട് മാർക്കൊക്കെ കുറച്ചിട്ട് വരും. നമ്മൾ തോക്കൂല. മാർക്ക് കുറയ്ക്കണ്ട കേട്ടോ. വെറുതെ മറ്റവൻ്റെ നോക്കിയിട്ട് കേട്ടോ. നമ്മുടെ സ്വന്തം പേപ്പർ നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് പോരടാ. അതൊക്കെ സിമ്പിളായിട്ട് കാര്യം, നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. വിനീഷിന് നൽകിയ അനുമോദന ചടങ്ങിനെ കുറിച്ച് പത്രത്തിൽ നൽകാൻ ആവശ്യമായ വാർത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. വിനീഷിന് നൽകിയ അനുമോദന ചടങ്ങിനെ കുറിച്ച് പത്രത്തിൽ നൽകാൻ ആവശ്യമായ ഒരു വാർത്ത തയ്യാറാക്കാൻ. അതിനിപ്പോൾ എന്താ വാർത്ത തയ്യാറാക്കുന്നത്? എങ്ങനെ ഒരു വാർത്ത തയ്യാറാക്കും നമ്മൾ? എങ്ങനെയാ വാർത്ത തയ്യാറാക്കുക? പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഉചിതമായ ഒരു തലക്കെട്ട് വേണം അല്ലെ. വിനീഷിന് നൽകിയ അനുമോദനത്തിനെ കുറിച്ചാണ് വാർത്ത ഉചിതമായ ഒരു തലക്കെട്ട്. ഇപ്പൊ പേപ്പർ ഒരു വാർത്ത ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? പേപ്പർ നമ്മൾ വായിക്കലുണ്ടാവും. നിങ്ങൾ വായിക്കലുണ്ടാവും, ഞാൻ വായിക്കലുണ്ട്, നിങ്ങൾ വായിക്കലുണ്ടാവും.
വായിക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പക്ഷെ പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയണം. വേണ്ടേ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഒരു പത്രവാർത്തക്ക് എന്തുണ്ടാവും? ആദ്യം തന്നെ തല ഉണ്ടാവും. തലയോ തലക്കെട്ടുണ്ടാവും ഇല്ലേ? ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? അടുത്തതോ ഒരു സ്ഥലം ഉണ്ടാവും. തലക്കെട്ട് കോഴിക്കോട് ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത്. ഞാൻ ഇന്നുണ്ടല്ലടാ മക്കളെ, ഇന്ന് നമ്മളെ കല്ലേരിയിലുള്ള പൊന്മേരി LP സ്കൂൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. ദീപു സാറൊക്കെ ഉള്ള സ്കൂളിൽ നിന്ന് LSS കുട്ടികൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കുട്ടികളാണ്. ഒരുപാട് കുട്ടികൾ അവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. ആ മക്കളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ പൊന്മേരി സ്കൂളിലാണ്. ഞാൻ പൊന്മേരി സ്കൂൾ എന്നാണ്. ഞാൻ പൊന്മേരി സ്കൂൾ എന്നല്ല, അങ്ങനെ ഞാൻ പൊന്മേരി സ്കൂളിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേരങ്ങോട്ടിടി. മൊത്തത്തിലിടി. അല്ലെങ്കിൽ പൊന്മേരി സ്കൂളിൽ നിടി. എന്തെങ്കിലുമൊക്കെ ഇടി കേട്ടോ. ഇന്ന് പോയ സ്കൂളിലെ കുട്ടികളുണ്ടെങ്കിൽ വേഗട്ടോളൂ. കമന്റ് സെക്ഷൻ നിറയ്ക്കൂ. നിങ്ങൾക്കുള്ളതാണ്. പൊന്മേരി സ്കൂളിലെ കുട്ടിക്കുള്ളതാണ്. മുള്ളു നിറയ്ക്കൂ. വേഗം കമാൺ ഗോ ഫാസ്റ്റ്. ഓക്കെ റെഡി. അപ്പൊ അടുത്തത് സ്ഥലം വേണം. സത്യസന്ധമായ അവതരണം വേണം. അടുത്തതോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് പറയണം. മുടി ഇങ്ങനെ താത്തിയിടുന്നതാണോ ഒരു രസം, മുടി ഇങ്ങനെ പൊന്തിച്ചു വെക്കുന്നതാണോ ഒരു രസം? എന്താ അഭിപ്രായം? രണ്ട് രസം അല്ലേ? പ്രത്യേക ഒരു രസം അല്ലേ? കണ്ണട ഉജാലയിൽ മുക്കിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചങ്ങായിമാരെ, ഇത് കണ്ണട ബ്ലൂ കട്ടാണ് കേട്ടോ. ബ്ലൂ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നത് മുന്നിൽ നിന്ന് വലിയ 1, 2, 3, 4 ലൈറ്റ് ഉണ്ട്. വലിയ 4 ലൈറ്റ്. ഈ കണ്ണട വെക്കാണ്ട് ഞാൻ 1 or 2 കൊല്ലം ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് എൻ്റെ കാഴ്ച തന്നെ പോയത്. കൊറോണ സമയത്ത് ക്ലാസ് എടുത്തിട്ട് ഈ ലൈറ്റ് എൻ്റെ കണ്ണൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഈ ബ്ലൂ കട്ട് ഉള്ളതിനെ കൊണ്ട് എന്താണ്, ബ്ലൂ കട്ടും ഉള്ളതിനെ കൊണ്ട് ആ ലൈറ്റ് വരുന്നത്, ഈ ലൈറ്റ് കണ്ണടയെ തട്ടിയിട്ട് കണ്ണിന് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്ട്രെയിൻ കുറയ്ക്കും. അല്ലാണ്ട് ആ ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് അടിച്ചു പോകും. അതുകൊണ്ടാണ് കണ്ണട. പിന്നെ ലേശം കുറച്ച് കാഴ്ച കുറവുണ്ട്. അതും കൂടിയാണ് കണ്ണട. കഴിച്ചു കഴിഞ്ഞാലൊക്കെ പിന്നെ കഴിഞ്ഞ കഥ. വായിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ആസ്വാദനക്കുറിപ്പ് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ. അതാണ്. അപ്പോൾ ആ ബ്ലൂ കട്ട് ഉള്ളത് കൂടെ, ബ്ലൂ കട്ട് നമ്മൾ ഫോണിലൊക്കെ നോക്കുമ്പോൾ, അത് സിസ്റ്റത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ലതാണ് കണ്ണിന്. ഓക്കെ റെഡി. അല്ലാണ്ട് പലരും വിചാരിക്കുന്നത് ഞാനെന്തോ കണ്ണിൻ്റെ മുകളിലെന്തോ ഞാനെന്തോ ചെയ്തത് സ്റ്റൈലിന് വേണ്ടി ചോദിക്കുന്നത്. ബ്ലൂ കട്ടാണ് കേട്ടോ. റെഡി. അപ്പൊ അത് കഴിഞ്ഞ് ബ്ലൂ കട്ടിന്റെ കഥയൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് നേരെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോവാണ്. ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Water dash against the boat and slowly flooded it. അപ്പൊ അതിൽ ഏതാണ് വരുന്നത്? ലോഞ്ചഡ് ഉണ്ട്, സെയിൽഡ് ഉണ്ട്, സ്പ്ലാഷ്ഡ് ഉണ്ട്, ടേൺഡ് ഉണ്ട്. അത് ഏതാ വരിക? വാട്ടർ ഡാഷ് അഗെയിൻസ്റ്റ് ദ ബോട്ട് ആൻഡ് സ്ലോലി ഫ്ലോഡഡ് ഇറ്റ്. അത് ഏതാ വരിക? ലോഞ്ചഡ് ആണോ, സെയിൽഡ് ആണോ, സ്പ്ലാഷ്ഡ് ആണോ, ടേൺഡ് ആണോ വരിക? ഏതാണ് വരിക? പറഞ്ഞോളൂ. ഏതാ വരിക? വേഗം പറഞ്ഞോളൂ. കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഉള്ളതാണ്. പൊന്മേരി സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പൊന്മേരിയിലെ കഥ പറഞ്ഞ് ഓർക്ക് മാത്രം കമന്റ് ഇടാനാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വേഗം കേട്ടോളൂ. ഏതാണ്? സ്പ്ലാഷ്ഡ് ആണ് അല്ലേ? സ്പ്ലാഷ്ഡ്. ഓക്കെ, നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. റീഡ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഇവന്റ്സ്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓർഡർ? എ, ബി ഓർ സി? എയും ബിയിലും സിയിലും ഒരു സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പൊ എ ഞാൻ വായിക്കുകയാണ്. പിംഗല went to the palace with empty pot. The king distributed seed to all the children. The king select the Pingala as the crown prince. അതാണ് ബി. ഇനി മൂന്നാമത്തത്, the king distributed seed to all the children. The king selected the Pingala as the crown prince. Pingala went to the palace with empty pot. ഇതിൽ ഏതാണ് ശരി? എന്തായാലും സി തെറ്റാണ് അല്ലേ? അപ്പോ എ നോക്കാം നമുക്ക്. Pingala went to the palace with empty pot. ആദ്യം അതായിരുന്നോ? അല്ല, ആദ്യം empty pot ആയിട്ടാണോ പോയത്? The king distributed seeds to all the children. പിങ്കാല എംറ്റി പോട്ടുമായിട്ട് പോയതിന് ശേഷമാണോ കിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് സീഡ്സ്? അല്ല, അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഏതാണ് ശരി? ബി ആണ് ശരി. എങ്ങനെയാ ശരി? ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ അല്ലെ? കിങ് എന്ത് ചെയ്തു? ആദ്യം സീഡ്സ് എല്ലാ കുട്ടികൾക്കും കൊടുത്തു അല്ലെ? പിങ്കാല വെന്റ് ടു ദ പാലസ് വിത്ത് ദ എംറ്റി പോട്ട്. അങ്ങനെ എന്ത് ചെയ്തു? പിങ്കാല ഒരു എംറ്റി പോട്ടുമായിട്ട് ഓന്റെ ചെടി മാത്രം ഉണ്ടായിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ ചെടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അല്ലെ? റോസ്റ്റ് ചെയ്ത സാധനമല്ലേ അതിനത്? അങ്ങനെയല്ലേ കഥ? ഓക്കെ റെഡി. അപ്പൊ ദ കിങ് സെലക്ട് ദ പിങ്കാല ആസ് ദ ക്രൗൺ പ്രിൻസ്. അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെ പിങ്കാലൻ എന്ത് ചെയ്തു? പിങ്കാലന്റെ സത്യസന്ധത കൊണ്ട് പിങ്കാലൻ എന്ത് ചെയ്തു? പിങ്കാലനെ ആരാക്കിയത്? രായാവ്. ഓക്കെ, ബി ആണ് അപ്പൊ അല്ലെ? അടുത്തത്
അടുത്തൊരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. King Pingala is very much annoyed with the spread of COVID-19. He has decided to provide vaccination to all the people in his country. The king ordered his men to prepare a notice for this. Help them draft it. നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. COVID-19 എന്ത് ചെയ്തു, മൊത്തം അങ്ങോട്ട് വ്യാപിച്ചു. ആ വ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള എല്ലാവരോടും COVID-19 വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഡേറ്റ് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ്, അത് നിർബന്ധമാണ്. ഡേറ്റിന് മാർക്ക് ഉണ്ട്, ഡേറ്റ് എന്തായാലും വേണം. അതേപോലെ തന്നെ അതിനൊരു ഹെഡിങ് വേണം. നോട്ടീസ് എന്തിനെ പറ്റിയുള്ള നോട്ടീസ് ആണോ, COVID-19 വാക്സിനേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു COVID-19 ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ചിക്കൻ കുനിയനെ പറ്റിയിട്ടോ നിപ്പനെ പറ്റിയിട്ടോ പേര് വെച്ച് കഴിഞ്ഞാൽ വട്ടക്കുമ്പളങ്ങ മാർക്ക് കിട്ടും. അപ്പൊ ഏതാണോ നോക്കിയിട്ട് കറക്റ്റ് എന്താണോ ഇതിൽ പറയുന്ന ആശയം അതിന്റെ ഹെഡിങ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ അതിനൊരു ഹെഡിങ് വേണം. അതേപോലെ തന്നെ ഒരു ടൈം വേണം, എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളൊരു ടൈം വേണം. അതേപോലെ തന്നെ ഒരു വെന്യൂ വേണം. എവിടെയാണ് സ്ഥലം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായി സെറ്റായിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാം നമുക്ക് ഇല്ലേ. ഈ ഒരു 4 കാര്യങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ അതിന് മാർക്കായി അല്ലെ. 3 സ്കോറാണ്, അതന്നെയായി. 3 സ്കോറിന് 4 മാർക്കായി. 3 സ്കോറിന് 4 മാർക്ക് ഇട്ട്. ഇനി അടുത്തത് നോക്ക്. King Vidyadhara has decided to conduct a test to find out his successor. The king ordered his ministers to give the announcement. What is the 12-letter word for the king's announcement? അതായത് കിങ്സ് അനൗൺസ്മെന്റിന് പറയുന്ന ആ ഒരു 12 അക്ഷരമുള്ള ആ ഒരു വേർഡ് ഏതാണ്? ഏതാണ് ആ ഒരു വേർഡ്? വേഗം പറഞ്ഞോ. കമന്റ് ബോക്സ് അത് ഒഴിഞ്ഞു കിടക്കുന്നത് വെറുതെ ഇതാക്കരുത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഏതാണ് ആ വേർഡ് എന്നുള്ളത് വേഗം പറഞ്ഞോളി. അതിലൊരു മടിയും കാണിക്കണം. വേഗം പറഞ്ഞോ, തെറ്റിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. തെറ്റിപ്പോയിട്ടുണ്ട് എൻ്റെ അടുത്ത് നല്ല അടി കിട്ടും. അത്ര ഈസി ഉള്ളത്. എന്താണ് അതിന് പറയാ? കിങ്സ് അനൗൺസ്മെന്റിന് പറയുന്ന പേരാണ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മലയാളത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രൊക്ലമേഷൻ അല്ലെ. എന്താണ് പ്രൊക്ലമേഷൻ? PROCLAMATION. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റർ. 12 ലെറ്റർ ഉള്ള പ്രൊക്ലമേഷൻ അല്ലെ. ഇനി അടുത്ത് നമ്മൾ പോവാണ്. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് സോൾവ് ദ പസിൽ ആണ്. ഓക്കെ. ഓൾ ദ ചിൽഡ്രൻ ലൈക്ക് മീ. എല്ലാ കുട്ടികൾക്കും എന്നെ ഇഷ്ടമാണ് അല്ലെ. ചിൽഡ്രൻ മേക്ക് മീ വിത്ത് ഷീറ്റ്സ് ഓഫ് പേപ്പർ അല്ലെ. കുട്ടികൾ എന്നെ പേപ്പറിന്റെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ദേ ലവ് ടു ഫ്ലോട്ട് മീ ഇൻ ദ സ്ട്രീം. വേഗം പറഞ്ഞോ, ഏതാണ് അത് എന്നുള്ള ഉത്തരം വേഗം പറഞ്ഞോ. ഉത്തരം വേഗം പറഞ്ഞോളൂ. ചിങ്കടനാ 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 ചിങ്കട ചിങ്കട ചിങ്കടന ചിങ്കടനാ ചിങ്കടനാ ചിങ്കട ചിങ്കട ചിങ്കടന ചിങ്കടനാ ചിങ്കടനാ ചിങ്കട ചിങ്കട ചിങ്കടന. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട് എങ്ങനെയുണ്ട്? മനോഹരമായ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് സമീപിക്കുക. ടെക്നിയാവേർഡ് ലിറ്റിൽ ശ്രീമാൻ മുഹമ്മദ് ഷമീൽ സാർ. ഏതാണ് മക്കളെ? പേപ്പർ ബോട്ട് അല്ലേ, പേപ്പർ ബോട്ട്. പിന്നെ അടുത്തത് ഒരു ആഡ്മോർ ലൈൻ ആണ്. ഞാനത് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് അയക്കാം കേട്ടോ. ആഡ്മോർ ലൈനും അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, ആൻസർ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. ആഡ്മോർ ലൈൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്നതാണ്. താഴെ ഉത്തരങ്ങൾ തരും, അതിൽ നോക്കിയിട്ട് പറ്റിയത് അങ്ങോട്ട് എടുത്ത് എഴുതാനുള്ള വേറെ സംഭവമൊന്നും ഇല്ലാത്തൊന്നുമില്ല, കൂടുതൽ പറയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഏകദേശം 27 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചിൻ്റെ പ്രസംഗം ഉണ്ടാവും, അത് കേട്ടോളി. പ്രസംഗം തുടങ്ങുകയാണ് പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് എന്ന് പറഞ്ഞത് പറ. മലയാളവും അതേപോലെ തന്നെ ഇംഗ്ലീഷും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ LSS എന്തേലും പേര് പരീക്ഷ നമ്മൾ എഴുതുന്നത് എന്തേലും മറന്നുപോയോ, ഉറക്കത്തായിപ്പോ. LSS പരീക്ഷയ്ക്ക് നിങ്ങൾ വിജയിച്ചു എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. LSS is my dream നമ്മൾ നേടിയിരിക്കും. LSS is my dream എന്നുള്ള ആ ഒരു വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നിടത്ത് എഴുതി വെക്കണം. അത് ഡെയിലി നോക്കണം. വെറുതെ നോക്കിയാൽ പോരാ, നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള LSS നേടാനുള്ള നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഫുള്ള് മാർക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഫുള്ള് മാർക്ക് വാങ്ങിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കൂലേ, കാണിച്ചു കൊടുക്കണം. നമ്മുടെ ആ ഒരു മൈൻഡിൽ
LSS എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യും, എന്ത് കാര്യങ്ങളും ചെയ്യും, എന്ത് ത്യാഗവും നമ്മൾ സഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ അത് നേടിയിരിക്കും. അത് നേടിയിട്ടേ നമുക്ക് എന്തുള്ളൂ, റെസ്റ്റ് ഉള്ളൂ. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കും. കാണിച്ചു കൊടുക്കണം. നിങ്ങൾ LSS നേടിയിട്ട് കാണിച്ചു കൊടുക്ക്. നിങ്ങളെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്, നിങ്ങളെ പാരന്റ്സിന് കാണിച്ചു കൊടുക്ക്, നിങ്ങളെ ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്ക്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. LSS നേടിയിട്ട് ഇത് അയക്കാൻ വലിയ സംഭവം എന്നല്ല. LSS 10 ഞാൻ വാങ്ങുന്നു പറയും. തൽക്കാലത്തേക്ക് ഇപ്പൊ നിങ്ങളൊന്ന് വാങ്ങി കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മക്കളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കും ബൈ ബൈ സി യു. പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. ഒരുപാട് കുട്ടികൾ ഇനി അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും അറിയട്ടെ. നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കും മൊത്തത്തിൽ അങ്ങോട്ട് വ്യാപിപ്പിക്കും. നിങ്ങളെ ഏൽപ്പിച്ച് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം എന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കുറെ കുട്ടികളൊക്കെ ക്ലാസ്സുകൾ കാണണ്ടേ, വേണ്ടേ, കുറെ കുട്ടികൾ എന്നെ അറിയാൻ വേണ്ടേ, നമ്മുടെ ക്ലാസ്സുകളെ പറ്റി അറിയാൻ വേണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുക. അടിപൊളിയാക്കി സെറ്റാക്കി പവറാക്കി അടുത്ത നല്ലൊരു വീഡിയോ കിട്ടും. കാണാം. അതിലേക്ക് സൗണ്ട് പോയേ.